എൻ്റെ പേര് അഭിജിത്ത്. ഞാനിവിടെ ഹൈദരാബാദിലെ കസ്റ്റംസിലെ ഹവിൽദാറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഫെബി. ഞാനിവിടെ ഹൈദരാബാദ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഗൈസ്, എൻ്റെ പേര് ഫായിസ്. ഞാൻ തൃശ്ശൂരാണ് വീട്. ഹായ്, എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ ഇവിടെ ഗച്ചിബോളി താമസിക്കുന്നു. ഹായ് ഗൈസ്, എൻ്റെ പേര് രൂപേഷ്. ഞാൻ ഹൈദരാബാദിൽ വന്ന് 1 മാസമായി. എൻ്റെ പേര് ഫായിസ് എന്നാണ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാനിവിടെ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. നാട്ടിലെ പത്തനംതിട്ട. ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം പറയും. നാട്ടിലെ തൃശ്ശൂർ ഗച്ചിബോളിയിലാണ് സ്റ്റേ ചെയ്യണേ. ഇരിഞ്ഞാലക്കുട. ഇവിടെ പഠിക്കാണ് JNTUവിൻ്റെ അടുത്ത്. വർക്ക് ചെയ്യുന്നത് ഹൈടെക് സിറ്റിയിൽ ഡെവലപ്പറായിട്ടാണ്, ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ. ഞാനിവിടെ വർക്കിനായിട്ട് വന്നത്. ഞാൻ ഹൈദരാബാദിൽ ഗച്ചിബോളി ഏരിയയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ആരും ഗച്ചിബോളിയിൽ ഉണ്ടെങ്കിൽ എന്നുമായിട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ 6 മാസത്തോളമായി ഇവിടെ ഹൈദരാബാദിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. സൈഡ് ഏരിയ ആയിട്ടാണ് ടോളിച്ചക്കി എന്ന് പറയും. പിന്നെ ഹൈദരാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ്, മെയിനായിട്ട് ഫുഡാണ്. എനിക്ക് തെലുങ്ക് അറിയാം. എങ്ങനെയാണ് തെലുങ്ക് പഠിച്ചത്? ആ കുഞ്ഞിനവരുടെ സിനിമ കാണുന്നത്. വർഷമൊന്നായിട്ടില്ല, 7 മാസമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഹൈദരാബാദ്? നല്ലതാണ്. ഹൈദരാബാദ് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? എത്ര നാളായി? 10 മാസമായി. നാട്ടിൽ പട്ടാമ്പിയാണ് സ്ഥലം. ഹൈദരാബാദിന് ഹൈദരാബാദ് വന്നിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായി. നല്ല സ്ഥലമാണ്. എക്സ്പ്ലോർ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഒരു 3-4 പ്ലേസിനെ ഹൈദരാബാദ് വിസിറ്റ് ചെയ്ത്. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്, ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ ഹലീമ ആവട്ടെ, ഇവിടുത്തെ ബിരിയാണി ആവട്ടെ, ഇവിടുത്തെ എന്ത് മന്തി ആവട്ടെ, എന്തും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ടേസ്റ്റോട് കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഹൈദരാബാദ്. ഫോർട്ട് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പായിട്ട് ഒരുപാട് സ്ഥലങ്ങളും കാണാനുണ്ട്. പിന്നെ ഹൈടെക് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ. കുറേ ഫ്രണ്ട്സിനെ ഒന്ന് കിട്ടി. ഞാൻ ആദ്യം വരുമ്പോൾ തന്നെ വിചാരിച്ച് ഇവിടെ അധികം ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. നാട്ടിൽ ഞാൻ കാസർഗോഡിലാണ് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളൊരു നാഗരിക ജീവിതം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഹൈദരാബാദ് പറയുന്ന ഒരു സിറ്റി വിസിറ്റ് ചെയ്യണം. ഹൈടെക് സിറ്റി ആവട്ടെ. ഹൈദരാബാദിലുള്ള വൈബ് ഇനിയും മാച്ച് ചെയ്ത് വരുന്നല്ലോ. കാരണം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. പിന്നെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ നല്ല പൊടിയാണ്. ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഭാഗ്യം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഹൈദരാബാദിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആളുകൾ മാക്സിമം നിങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.